ഇസ്ലാമിന്റെ അടിസ്ഥാനം വഹയിലൂടെ ലഭിക്കുന്ന ജ്ഞാനമാണ്. എനിക്ക് ലഭിക്കുന്ന വഹയാണ് ഞാൻ പിൻപറ്റുന്നത്. സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും സംസാരിക്കുന്നില്ല, അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹയല്ലാതെ. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട തത്വമാണത്. ഇസ്ലാം എന്ന് പറയുന്നത് ബുദ്ധിയുടെയും ചിന്തയുടെയും അടിസ്ഥാനത്തിൽ ഗവേഷണം ചെയ്തെടുത്ത സിദ്ധാന്തങ്ങളോ തത്വങ്ങളോ അല്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനം പ്രവാചകന്മാർ വന്ന് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ. മറിച്ച് ജിബ്രീൽ മുഖേന അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് നൽകുന്ന അഭൗതിക ജ്ഞാനം വഹയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. മാത്രമല്ല, ചിന്തിച്ച് ബുദ്ധിയിലൂടെ കണ്ടെത്തിയതും പരീക്ഷണശാലയിൽ തെളിഞ്ഞതും മാത്രമേ സ്വീകരിക്കൂ എന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? മുസ്ലിമാകാൻ അവന് കഴിയില്ല. കാരണം അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി, ഗൈബിൽ വിശ്വസിക്കുന്നവർ എന്നാണ് മുത്തഖീങ്ങളുടെ ഒന്നാമത്തെ ലക്ഷണം. എന്താണ് ഗൈബ് എന്ന് പറഞ്ഞാൽ? മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതും മനുഷ്യൻ അറിവിന്റെ അപ്പുറത്തുള്ളതുമായ, ഒരു മാധ്യമങ്ങൾ ഉപയോഗിച്ചും കണ്ടെത്താൻ സാധിക്കാത്തതുമായ സംഗതികൾക്കാണ് ഗൈബ് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗൈബിൽ വിശ്വസിക്കണം. ഈമാൻ കാര്യങ്ങളിൽ ആറെണ്ണം നമ്മൾ എണ്ണി പഠിച്ചിട്ടില്ലേ? അല്ലാഹുവിൽ വിശ്വസിക്കണം, മലക്കുകളിൽ വിശ്വസിക്കണം. അതൊക്കെ കണ്ടും പരീക്ഷണശാലയിൽ തെളിയിച്ചിട്ടുമാണോ നാം വിശ്വസിക്കുന്നത്? അതുപോലെ തന്നെ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ, അവൻ ഇറക്കിയ ഗ്രന്ഥങ്ങൾ, അതിലുള്ളതെല്ലാം അല്ലാഹുവിൽ നിന്ന് ലഭിച്ച വഹയാണെന്ന് വിശ്വസിക്കണം. പ്രവാചകന്മാരിൽ വിശ്വസിക്കണമെന്ന് പറയുന്നതും അന്ത്യനാൾ വിശ്വസിക്കണമെന്ന് പറയുന്നതും ഖലാ ഖദറിൽ വിശ്വസിക്കണമെന്ന് പറയുന്നതും എല്ലാം ഗൈബിയായ വശം, അതിന്റെ അദൃശ്യവും അഭൗതികവുമായ വശത്തിലാണ് നാം വിശ്വസിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അദൃശ്യവും അഭൗതികവും ഒക്കെ ഈ നേരെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഈ പ്രസംഗത്തെ മധ്യേ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വാസ കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഖുർആനിലും ഹദീസിലും കണ്ടതുപോലെ വിശ്വസിക്കുകയല്ലാതെ അതൊന്നും ലബോറട്ടറിയിൽ തെളിയിച്ചാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മുസ്ലിമാകാൻ സാധ്യമല്ല. ഈമാൻ വളരെ പ്രധാനമാണ്.